ദേ ഇതുപോലൊരു ലിവർ വരട്ടിയതിന്റെ കറി ഉണ്ടെങ്കിൽ ചോറോ പത്തിരിയോ ചപ്പാത്തിയോ ഏതായാലും അടിപൊളിയാണ് കേട്ടോ കഴിക്കാന്. അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് പെട്ടെന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഇതാക്കുന്ന 1 കിലോ ലിവർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ട് ബ്ലഡ് ഒക്കെ ഉണ്ട്, ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പൊ ഞാനിവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 20 ചെറിയുള്ളി ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി, ഒരു അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു വലിയ ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്തെടുത്തത്. ഇനി അതിന്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും അതേപോലെ തന്നെ 1 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചതും അതിന്റെ കൂടെ തന്നെ ആവശ്യത്തിന് നമുക്ക് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂണിന്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണ് എന്റെ കയ്യിലുള്ള, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില അതേപോലെ മല്ലിച്ചപ്പും കൂടെ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും 1 ടീസ്പൂണ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ ഉപ്പ് വീഡിയോയിൽ ഇട്ടതാണ്. അപ്പൊ നല്ല പേസ്റ്റ് രൂപത്തിൽ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഞാനിത് ലിവറിലേക്ക് ഈ ഒരു മസാല തേച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞാനൊരു 20 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ സമയം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നും കൂടി മസാല ഒക്കെ പിടിക്കും കേട്ടോ. ഇനി ഞാൻ കുക്കറിൽ ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. വിസിലൊക്കെ ഓരോരോ കുക്കറിനനുസരിച്ച് മാറ്റം വരും. ഞാനത് 5-6 വിസിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം കൂടെ വെച്ച് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ വെള്ളം ഒഴിച്ചതല്ല, അതിലൊന്ന് ചുഴത്തിയിട്ട് ഒഴിച്ചതാണ്. ഞാൻ വേറൊരു മൺചട്ടിയിൽ കുറച്ച് ചെറിയ ഉള്ളി ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഒക്കെ നമ്മൾ ചേർത്തെടുത്തതാണ്. അപ്പൊ അതിനനുസരിച്ച് നോക്കിയിട്ട് ചേർക്കുക. പിന്നെ കുരുമുളകാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ 1 ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിനനുസരിച്ച് കുരുമുളക് പൊടി ബാക്കിയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ എല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് എന്ത് ചെയ്യാം, വഴറ്റിയെടുക്കാം. നമ്മള് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒക്കെ ഒന്ന് കുറച്ചായിട്ട് ഈ ഉള്ളിയിലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് ബീഫ് മസാലയും ചേർത്ത് കൊടുക്കാൻ മറന്നു വേണ്ട. അപ്പൊ എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയിട്ട് ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയി വരുന്നത് വരെ നമുക്ക് വഴറ്റണം കേട്ടോ. അപ്പൊ അതൊക്കെ ലിവർ ഇവിടെ വെന്ത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉള്ളി നന്നായിട്ട് വാട്ടിയതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാണ് കേട്ടോ. അപ്പൊ എല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലിട്ടിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക. ഒരു കറുപ്പ് കളർ വരുന്ന ആ ഒരു സമയം വരെ നമുക്കിത് വഴറ്റിയെടുക്കണം കേട്ടോ. എണ്ണയൊക്കെ മുകളിലേക്ക് ഓവർ അങ്ങനെ ഡ്രൈ ആക്കാറില്ല. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഗ്രേവി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ. അതുകൊണ്ട് ഞാൻ ഒരുപാട് സമയം അങ്ങോട്ട് ഡ്രൈ ആക്കി എടുക്കാറില്ല. ഇപ്പം വീട്ടിലെല്ലാവർക്കും ഇതേപോലെയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ ഇത് ഇറക്കി വെക്കുകയാണ് കേട്ടോ. ഈ സമയം ഇതിന്റെ ലിവർ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിന്റെ ഗ്രേവി കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. വീണ്ടും കാണാം.